ഹായ് എവരിവൺ. എക്സാം ഡേറ്റുകൾ കൃത്യമായിട്ട് ഓരോ വിഷയമുള്ളവർക്ക് എന്നാണ് പരീക്ഷ എന്ന് വന്നു. പക്ഷെ സെന്റർ എവിടെയാണ് ഈ ഓരോ ഡേറ്റിലുള്ളവർക്കും അതെന്ന് അറിയാൻ സാധിക്കും എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഡിസംബർ 31 മുതൽ ജാനുവരി 7 വരെയാണ് പരീക്ഷ. ന്യൂ ഇയേഴ്സ് ഈവ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷിഫ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുമുണ്ട് കേട്ടോ. ആഘോഷങ്ങളൊന്നും മുടക്കണ്ടെന്നാണ് NTA പറയുന്നത്. ആദ്യ ദിനം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് 3 to 6 PM ഷിഫ്റ്റ് ഇല്ല. രാവിലെ പരീക്ഷയുള്ളത് ലോ, സോഷ്യൽ വർക്ക്, തെലുങ്ക്, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അതുപോലെയുള്ള സബ്ജക്റ്റുകൾക്കാണ്. നമ്മുടെ അടുത്ത് കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന ലോയും സോഷ്യൽ വർക്കും ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റും ആയിരിക്കും. 31-ാം തീയതി നടക്കുന്ന പരീക്ഷകൾ അതൊക്കെയാണ്. അതുപോലെ 2-ാം തീയതി ജാനുവരിയിൽ നടക്കുന്ന പരീക്ഷ, 1-ാം തീയതി അവധി തന്നിട്ടുണ്ട്. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് 2-ാം തീയതി വന്നാൽ മതി എന്നാണ് NTA പറയുന്നത്. 2-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്, ലൈബ്രറി സയൻസ്, അതുപോലെ ഉറുദു, ഫോറൻസിക് സയൻസ്, അറബിക്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അങ്ങനെ സബ്ജക്റ്റുകളാണ് ആദ്യ ഷിഫ്റ്റിൽ. ഉച്ചയ്ക്ക് ശേഷം സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, സോഷ്യൽ മെഡിസിൻ, വിമൻ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. 3-ാം തീയതി കൊമേഴ്സ്, ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു സബ്ജക്റ്റാണ്. കൊമേഴ്സ് ഒക്കെ വരുന്ന ദിവസമാണ്. പൊളിറ്റിക്സ് അന്ന് വരുന്നുണ്ട്. ജിയോഗ്രഫിയും എഡ്യൂക്കേഷനും അതുപോലെ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയനും ഒക്കെ 2-ാമത്തെ ഷിഫ്റ്റിലായിട്ടും വരുന്നുണ്ട്. 5-ാം തീയതിയാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇംഗ്ലീഷ് അടക്കമുള്ള സബ്ജക്റ്റുകൾ രാവിലത്തെ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും 2-ാമത്തെ ഷിഫ്റ്റിൽ ഹിസ്റ്ററിയുടെ എക്സാമും നടക്കുന്നുണ്ട്. അതുപോലെ അഡൽട്ട് എഡ്യൂക്കേഷൻ, റഷ്യൻ, ചൈനീസ് പോലെ പ്രധാനമായ സബ്ജക്റ്റുകളാണ്. സാൻസ്ക്രിറ്റും കോഡ് 73 നടക്കുന്നത് ആ ദിവസമാണെന്ന് ഓർക്കുക. വിഷ്വൽ ആർട്ടും സെക്കൻഡ് ഷിഫ്റ്റിലാണ് 5-ാം തീയതി ജാനുവരിയിൽ. 6-ഉം 7-ഉം ഒടുവിലത്തെ 2 ദിവസങ്ങളിലായിട്ട് പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ ഹിന്ദി, മാസ് കമ്മ്യൂണിക്കേഷൻ, മലയാളം ഒക്കെ നടക്കുന്നത് ആ ദിവസമാണ്. മലയാളവും മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ 2-ാമത്തെ ഷിഫ്റ്റിലും പൊളിറ്റിക്കൽ സയൻസ് ആദ്യ ഷിഫ്റ്റുമാണ് 6-ാം തീയതി. എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ, എൻവയോൺമെന്റ് സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് 7-ാം തീയതി ആദ്യ ഷിഫ്റ്റായിട്ട്. പോപ്പുലേഷൻ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട്. 2-ാമത്തെ ഷിഫ്റ്റിലാണ് മാനേജ്മെന്റ് പഠിച്ച HR എടുത്ത കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ലേബർ വെൽഫെയറും അതുപോലെ ഇലക്ട്രോണിക് സയൻസിന്റെ, പെർഫോമിംഗ് ആർട്സ്, ഡാൻസ്, ഡ്രാമ, തിയേറ്ററിന്റെ ഒക്കെ എക്സാം 2-ാം ഷിഫ്റ്റിൽ 7-ാം തീയതി നടക്കുന്നു. ഇനി ഈ പരീക്ഷകൾ നടക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് ലഭിക്കും, സിറ്റി ഇന്റിമേഷൻ എന്ന് ലഭിക്കും എന്നൊക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഒരുപാട് വീഡിയോകളൊന്നും കണ്ട് സമയം കളയാനുള്ള നേരമല്ല. പരീക്ഷയ്ക്കൊരു 3 to 4 ഡേയ്സ് മുൻപ്, ചിലപ്പോഴൊക്കെ 2 തവണകളായിട്ടൊക്കെയാണ് സിറ്റി ഇന്റിമേഷനും ഹോൾ ടിക്കറ്റും ഒക്കെ NTA റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 31, 1, 2-നൊക്കെ പരീക്ഷ ഉള്ളവർക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 26, 27-ാം തീയതിയൊക്കെ ആയിട്ട് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പും, ടങ് സ്ലിപ്പായല്ലോ, സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പും അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആദ്യം സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് വരും. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോഴേക്ക്, ചിലപ്പോൾ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത ടൈമും ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ചാനലിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൂടെ അപ്ഡേറ്റ് വരും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. റിലയബിൾ ആയിട്ടുള്ള എന്ന് വരും എന്നുള്ള വീഡിയോകളല്ല, വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി സമയം മുഴുവൻ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ക്ലിക്ക് ബൈറ്റ് വീഡിയോകൾ ക്ലിക്ക് ചെയ്ത് ടെൻസ്ഡായി, സ്ട്രെസ്ഡായി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ മെന്റൽ എനർജി ഡ്രെയിൻ ചെയ്ത് കളയരുത്. പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക, പരമാവധി റിവിഷൻ നടത്തുക, പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നത് മിനിമൈസ് ചെയ്യുക. PYQ വർക്കൗട്ടിനായിട്ട് നമ്മുടെ എയിം JRF ടെസ്റ്റ് സീരീസിൽ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രീ ആണ്. നിങ്ങൾക്കത് ബാക്കി 10,000-ലധികം ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ പർച്ചേസ് ചെയ്യാം. DI പഠിക്കാൻ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ഉണ്ട്, അതിലും ഫ്രീ സെഷൻസ് ഒരുപാടുണ്ട്. എന്ത് തന്നെ ആയാലും കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ, ഇത്തവണത്തെ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.